ഹലോ ഹലോ, പേരെന്തായിരുന്നു? എൻ്റെ പേര് മാമുക്കോയ. മാമുക്കോയ. എവിടെയാണ് ഓടുന്നത്? ഞാൻ ടൗണിൽ ഓടുന്ന. ടൗണിൽ ഓടുന്നത് CC പെർമിറ്റ് ഉള്ളതാണ്. CC പെർമിറ്റുള്ള വണ്ടിയാണ്. അതെ. എത്ര കാലമായി കോഴിക്കോട് ഓട്ടോ ഫീൽഡിൽ വന്നിട്ട്? ഓട്ടോ ഫീൽഡിൽ 10-12 വർഷമായി. 10-12 വർഷമായി. ഈ 10-12 വർഷമായിട്ട് ഏതൊക്കെ വണ്ടി ഉപയോഗിച്ച് എന്തൊക്കെ ഞങ്ങൾ അനുഭവം? ഡീസൽ വണ്ടി ഉപയോഗിച്ചിരിക്കുന്നു, പിന്നെ ഇപ്പോൾ പെട്രോൾ വണ്ടി ഉപയോഗിച്ചിരിക്കുന്നു, ഇപ്പോൾ ഇലക്ട്രിക്കലാണ്. ഇതാണ് നിങ്ങളെ ആദ്യമായിട്ട് ഇലക്ട്രിക് എടുത്ത വണ്ടി അല്ലെങ്കിൽ? ഞാൻ വാടകയ്ക്കായിരുന്നു. ആദ്യം വാടക 4 വർഷം പോലെ വാടകയ്ക്കായിരുന്നു. വാടക ഓടിയിട്ട് പിന്നെ ഇലക്ട്രിക് വണ്ടി എടുക്കാനുള്ള കാരണം എന്താ? ഇത് നല്ലതായതുകൊണ്ട് തന്നെ. നല്ലതായതുകൊണ്ട് നല്ലതായിട്ട് എടുത്ത്. വാടക വണ്ടി എത്ര കാലം ഉപയോഗിച്ച്? 4 വർഷം. എന്ത് വാടക ഉണ്ടായിരുന്നു? 350 റുപ്യ. ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ആ വാടകൻ്റെ പൈസ കൊണ്ട് നിങ്ങൾക്ക് അടവ് കഴിഞ്ഞു പോകുന്നുണ്ട്. അടവ് കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല. ഇല്ല. അപ്പോൾ നേരത്തെ ഡീസൽ വണ്ടിയും ഇപ്പോൾ ഉള്ള ഈ ഇലക്ട്രിക് വണ്ടി ഉപയോഗിക്കുന്നതിനുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? ഡീസൽ വണ്ടി മെയിൻ്റനൻസ് ഉണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണികൾ ഇങ്ങനെ വരും. ഇലക്ട്രിക് ആകുമ്പോൾ ആ പ്രശ്നമില്ല, പിന്നെ ലാഭമാണ്. ഡീസലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലാഭമാണ്. ഒരു ദിവസം നിങ്ങൾ എത്ര റുപ്യ? അതെങ്ങനെ, ഏത് തരം വണ്ടിയാണ്? കറണ്ട് കുത്തി ഓടുന്നതാണോ അല്ല ബാറ്ററി സ്വൈപ്പബിളാണോ വണ്ടി? ബാറ്ററി സ്വൈപ്പബിളാണ്, പുതിയ തരുന്നതാണ്. ബാറ്ററി സ്വൈപ്പബിളാണ്. അതെ, 2 ബാറ്ററി ഉള്ളൂ. എത്ര കിലോമീറ്റർ മൈലേജ് ഉണ്ട്? 85-90 കിട്ടും. 85-90 കിലോമീറ്റർ മൈലേജ്. അപ്പോൾ ഈ ഡീസൽ വണ്ടിയിലൊക്കെ പോകുന്നേരം ഭയങ്കര ശബ്ദവും ക്ഷീണമൊക്കെ. അതെ അതെ. അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഓ, അത് വൈകുന്നേരം ആകുമ്പോഴൊക്കെ ആൾ ക്ഷീണിച്ചു പോകും. ഇതാ പ്രശ്നം വരുന്നില്ല. പിന്നെ പാസഞ്ചറിനും ഇതാണ് ഇഷ്ടം. പാസഞ്ചർ പറയുന്നത് കാറിൽ പോകുന്ന മാതിരി ഉണ്ട്. യാത്രക്കാരെ മറ്റു എക്സ്പീരിയൻസ് എന്തെങ്കിലും? യാത്രക്കാർ നല്ല നല്ല പെരുമാറ്റം ഇതാണ്. ചിലർ 35-40 റുപ്യ ആയാലും 50 അവിടെ വെച്ചോളാൻ പറയും. ആ യാത്ര സുഖം കൊണ്ട് അങ്ങനെ സംഭവിച്ചൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും മറക്കാൻ കഴിയാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിരിക്കണം വണ്ടിയിൽ യാത്രക്കാരുടെ ഭാഗത്തുനിന്ന്? യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു മറക്കാൻ കഴിയാത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. രാത്രി ഓടുന്ന സമയത്ത് 10 മണിക്ക് വരേണ്ട ട്രെയിന് 11:30 മണിക്ക് വന്നു. അപ്പോൾ എൻ്റെ മുന്നിലും പിന്നിലുള്ളവർക്കൊക്കെ ലോങ്ങാണ് കിട്ടിയത്. എനിക്ക് കിട്ടി ചേവായൂർ കിട്ടി. ഞാൻ ചേവായൂരിൽ ആളിറക്കി. അപ്പോൾ എന്നോട് ചോദിച്ചെത്രയാണെന്ന്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇത്രയും സമയമായില്ലേ, 12 മണി കഴിഞ്ഞില്ലേ, മീറ്ററും പകുതിയാണ്. ചിലർ മീറ്റർ റിട്ടേൺ ചാർജ് തരും, ഇത്രയും സമയമായതുകൊണ്ട് നിങ്ങളെന്താ വേണ്ട വെച്ചാൽ തന്നാളിന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് 80 റുപ്യ മീറ്ററിലായിട്ടുള്ളൂ. മൂപ്പര് 500 റുപ്യ എടുത്ത് തന്നു. ഞാൻ ബാക്കി എടുക്കുമ്പോൾ പറഞ്ഞു അവിടെ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു അല്ല അത് ഇത്ര ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ വെച്ചോന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഉറപ്പാണോ? ആ ഉറപ്പാണ്, അവിടെ വെച്ചോന്ന് പറഞ്ഞു. ഞാനത് പോയിട്ട് വണ്ടി തിരിക്കുമ്പോൾ മൂപ്പര് കൈ കാണിച്ചിട്ട് പറഞ്ഞു ഞാനിവിടുത്തെ MVD ആണ്, മോട്ടോർ MV ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഇതാ വേഗം പിടിച്ചോളി, നിങ്ങൾ നാളെ നമുക്ക് പണി തരുമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഇല്ല, അങ്ങനൊന്നുമില്ല, കാരണം ഈ മഴയും കൊതുകിൻ്റെ കടിയും കൊണ്ടിട്ട് നിങ്ങൾ നമ്മളെപ്പോലത്തെ സേഫായിട്ട് എത്തിക്കാനല്ല നിങ്ങൾ കാത്തിക്കുന്നത്. ഇത് സന്തോഷത്തോടെ തരുന്നതാണ്, അത് വാങ്ങിക്കോന്ന്. അതായത് നിങ്ങൾ സത്യസന്ധമായിട്ടുള്ള വാടക പറഞ്ഞതിനെ കൊണ്ടുള്ള അതെ 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 ഒരു ഇതാണ്. അതെ, നേരെ മറിച്ച് നിങ്ങൾ കൂടുതലാ പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് അതെ. അപ്പം സത്യസന്ധതയ്ക്ക് പേര് കേട്ട സ്ഥലമാണല്ലോ കോഴിക്കോട്. ഈ കോഴിക്കോട് തന്നെ പല ആളുകൾക്കും ദുരനുഭവം ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? അതിന്റെ കാരണം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തുള്ള പല ആളുകളും സിറ്റിയിൽ വരുന്നുണ്ടല്ലോ, അതുകൊണ്ടുണ്ടാവുന്നതാണ്. പെർമിറ്റ് ഇല്ലാത്ത വണ്ടികളും സിറ്റിയിൽ ഓടുന്നുണ്ട്. അവർക്ക് കൃത്യമായൊരു ചാർജ് ഒന്നുമില്ല. ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥകൾ. അതെ. പിന്നെ വേറെന്താ നിങ്ങൾക്ക് ഈ വണ്ടിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? വണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ള ആളാണ്. അപ്പം എന്നോട് ഡോക്ടർ ഓട്ടോയിൽ പോകരുതെന്ന് പറഞ്ഞതാണ്. കട്ടൻട്രി ആയിട്ട് പറഞ്ഞതാണ് ഓട്ടോയിൽ പോകരുത്, പോയാൽ നിങ്ങളെ ഡിസ്കിൻ്റെ ശരിയാവില്ല. അങ്ങനെ ഇലക്ട്രിക് ഓട്ടോ ആണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമില്ല, മെല്ലെ പോയിക്കോളിന്ന് പറഞ്ഞു. അതെ. അപ്പോൾ അതുകൊണ്ട് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഇതുവരെ വന്നിട്ടുമില്ല. അപ്പോൾ ഞാനെൻ്റെ പരിചയക്കാരോടും ലോയക്കാരോടൊക്കെ ഈ വണ്ടി എടുക്കാൻ തന്നെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ വണ്ടിയാണോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഏതായാലും അതാ ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ. ഏത് വണ്ടിയാണല്ലോ. അപ്പോൾ 6-7
കമ്പനി വണ്ടികളുണ്ട് ഇഷ്ടമുള്ളത് നോക്കിയിട്ട് അതെ അതെ ഓരോരുത്തർക്കും അതിന്റെ അതെ നിങ്ങളെ താല്പര്യം എന്താണ്? എനിക്ക് താല്പര്യം അതാണ്, സ്വാപ്പിംഗ് ആണ്. ഓരോരുത്തരുടെ താല്പര്യം ഉണ്ടല്ലോ, അതിനനുസരിച്ച് എടുത്തോളാൻ പറഞ്ഞു. ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി? ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ 30,000 കിലോമീറ്റർ ഓടി. നേരത്തുള്ള വണ്ടിയോ? നേരത്തുള്ള വണ്ടി 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. പുതിയ വണ്ടി ഓടിയിട്ട് നിങ്ങൾക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നാ? അതെ 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 അതെ. അതെത്ര വരെ ഓടി? 4 വർഷത്തിന്റെ അടുത്ത് ഓടി. 4 വർഷത്തിന് ഏകദേശം എത്ര കിലോമീറ്റർ ആയി അറിയാം? അത് 1.5 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. 1.5 ലക്ഷം കഴിഞ്ഞ് നിങ്ങൾ മാത്രം ഉപയോഗിച്ചിനാ വണ്ടി? അതെ അതെ. നിങ്ങൾക്ക് വേണ്ടി എടുത്തന്നാണോ ആള്? അല്ല, മൂപ്പര് എടുത്തപ്പോൾ ആദ്യം ഒരു ഡ്രൈവർ പോയി, പിന്നെ മൂപ്പർക്ക് എയിമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ എന്നോട് കയറിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ കയറിയതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ. അതെ അതെ. അപ്പം നിങ്ങൾ വണ്ടി എടുക്കുന്ന കാര്യം ആദ്യം ആടൊക്കെ ഓടിച്ച ആളോട് പറഞ്ഞോ ഇങ്ങനെ എടുക്കാൻ പോവാണ്? പറഞ്ഞു ആള് ഓക്കെ ആയിരുന്നു അല്ലേ? അതെ അതെ. പറഞ്ഞിട്ട് അതിന് ശേഷം അതെ 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 അങ്ങനെ തന്നെ. ഓക്കെ. ഈ വണ്ടിക്ക് എന്ത് വിലയായിരുന്നു നിങ്ങൾ എടുത്ത സമയത്ത്? ഞാൻ ഈ എടുത്ത സമയത്ത് 2.87. 2.87 ആണ് ഓൺ ദ റോഡ് പ്രൈസ്. ഓൺ ദ റോഡ്. പിന്നെ അതിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളും. അതെ അതെ. അപ്പോൾ കൊട്ടേഷനിൽ അത്ര ഉണ്ടാവുള്ളൂ, ബാക്കി ബാങ്കും കാര്യങ്ങളും നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന സംഗതികൾ. അതെ. അപ്പോൾ നിങ്ങൾ എടുത്തതിന് ശേഷം എന്തെങ്കിലും കംപ്ലൈന്റുകൾ എന്താ വന്നു? ഒരു കംപ്ലൈന്റ്. സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? സർവീസ് നല്ല സർവീസാണ്, പ്രത്യേകിച്ച് ഈ എയ്സ് മോട്ടോഴ്സിൽ. എയ്സ് മോട്ടോഴ്സിൽ നിന്നാണ് നല്ല സർവീസാണ്, നല്ല പെരുമാറ്റമാണ്. അവരിങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യലാണ് ഒരു അരമണിക്കൂറിൻ്റെ പണിയും കിട്ടുമെന്ന്. ആ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും സർവീസ് സെൻ്റർ ആണെങ്കിൽ ഒന്നും പറയില്ല, ഒരു മാസം അവിടെ ഉണ്ട്. സർവീസിന്റെ കാര്യത്തിൽ ബെറ്റർ, ഏറ്റവും ബെറ്റർ. അതെ അതെ, സർവീസാണ് നമുക്ക് ആദ്യം കിട്ടേണ്ടത്. ഓക്കെ, താങ്ക് യു.